പാലക്കാട് നാളെ ജനവിധി എഴുതും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 1,94,706 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വിവരങ്ങളുമായി വി അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം പോലും വേറിട്ട വാദപ്രതിവാദങ്ങളാണ് പാലക്കാട് കണ്ടത്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു പാലക്കാടൻ ജനത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംഭവബഹുലമായ ഒരു മാസത്തെ പ്രചരണം, അതിനുശേഷം പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് വോട്ട് എടുപ്പ് ആരംഭിക്കും. 5:30 മോക്ക് പോൾ ആരംഭിക്കും. അതിനുശേഷം കൃത്യം 7 മണിക്ക് തന്നെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ്, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് കൂടി പറയാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനു പിന്നാലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലയായി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നുറപ്പാണ്. പാലക്കാട് മാത്രമല്ല, പാലക്കാടും ചേലക്കരയും അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിനും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട് തന്നെയാണ്. പാലക്കാട് 3 മുന്നണികൾക്കും ഒരുപോലെ വിജയപ്രതീക്ഷയുണ്ട്. UDF നിലനിർത്തിയേ മതിയാകൂ. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, ഇവിടെ ഒരു പരാജയം വന്നാൽ അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, വിജയമാണെങ്കിൽ അത് മുന്നണിയുടെ ഉത്തരവാദിത്തമാണ്. ഇടതുമുന്നണിക്കാകട്ടെ നേരത്തെയൊക്കെ ഇടതുമുന്നണിയുടെ ഒരു സീറ്റായിരുന്ന പാലക്കാട് 5 തവണ ഇടതുമുന്നണിയുടെ വിജയിച്ചിട്ടുണ്ട്. ആ സീറ്റിൽ ഇത്തവണയെങ്കിലും ഒരു 3ാം സ്ഥാനം എന്ന നാണക്കേട് മറികടക്കണം, ചുരുങ്ങിയത് 2ാം സ്ഥാനത്തേക്കിനും എത്തണം. ഇടതുമുന്നണി വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വരുന്നു, അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്നുവെന്ന് മുന്നണി അവകാശപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം പോലും വലിയ ആയുധമാക്കാൻ ഇടതുമുന്നണി തയ്യാറെടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രയത്നത്തിലാണവർ. ഏതായാലും ന്യൂനപക്ഷങ്ങൾ വളരെ നിർണായകമാണ് ഈ മണ്ഡലത്തിൽ. ആ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ സന്ദീപ് വാര്യരെ പോലെ വലിയ ഒരു ഹിന്ദുത്വവാദിയെ അംഗീകരിക്കുമെന്ന ചോദ്യം ഇടതുമുന്നണി UDF-നെതിരെ ഉന്നയിക്കുന്നുണ്ട്. UDF ആകട്ടെ ഈ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം വലിയ പ്രതിഷേധങ്ങൾക്ക് എതിർപ്പുകൾക്കൊടുവിലാണ് അവർ ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലിനും വടകര MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് വളരെ നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. BJP ആകട്ടെ സംസ്ഥാനത്ത് അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി, ഏറ്റവും എളുപ്പമുള്ള മണ്ഡലമായി പാലക്കാടിനെ കാണുന്നു. കഴിഞ്ഞ തവണ ശ്രീധരൻ മെട്രോമാൻ വലിയ തരത്തിലുള്ള മത്സരമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ജയിക്കുമെന്ന് തോന്നൽ വലിയ രീതിയിൽ ഉളവായിരുന്നു. അതിനുശേഷമാണ് നിസ്സാര വോട്ടുകൾക്ക് 3000-ൽ പരം വോട്ടുകൾക്ക് ഷാഫി പറമ്പിലൂടെ വിജയിച്ചു കയറിയത്. ഏതായാലും BJP ഇത്തവണയും ജയം ഉറപ്പിക്കുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന് ഇത്രയധികം വിവാദങ്ങൾ, ഇത്രയധികം ട്വിസ്റ്റുകൾ ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായി കാണില്ല. അത്തരത്തിലധികം വിവാദ വിഷയങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് സിറാജ്, സുപ്രഭാതം പത്രങ്ങളിൽ ഇടതുമുന്നണി നൽകിയ ഒരു പരസ്യം, അത് സന്ദീപ് വാര്യരുടെ കടുത്ത ഹിന്ദുത്വ നിലപാടുകൾ, മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ഉൾക്കൊള്ളിച്ചുള്ള പരസ്യം. അതിനെതിരെ വലിയ പ്രതിഷേധം UDF-ന്റെ ഭാഗത്ത് ഉണ്ടായി. BJP ആകട്ടെ ഇത് സന്ദീപ് വാര്യരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് 23 ശേഷം പറയാമെന്ന് പറയുന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിച്ച് ഏറ്റവും ഒരു ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതാണ് നാളെ. അവിടെയാണ് ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും പോളിംഗിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് നാളെ. പാലക്കാട് തെരഞ്ഞെടുപ്പ്